ഇന്നലെ അവിടെ എന്താണ് സംഭവിച്ചത് എന്നാണ് പരിശോധിക്കുന്നത്. മണിക്കൂറുകളായുള്ള കാത്തിരിപ്പും അനിയന്ത്രിതമായ തിരക്കുമാണ് ഈ ദുരന്തത്തിന് വഴിവെച്ചത് എന്ന് എല്ലാവരും ഒരുപോലെ പറയുന്നു. നിശ്ചയിച്ച സമയം പാലിക്കുന്നതിൽ നടൻ വിജയും സംഘാടകരും പരാജയപ്പെട്ടു. ഈ മഹാദുരന്തത്തിലേക്ക് എത്തിച്ച സംഭവങ്ങൾ എങ്ങനെയാണ് എന്ന് നമ്മൾക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. ഓരോ സമയക്രമം അനുസരിച്ച് അതെങ്ങനെയാണെന്ന് വിശദമായി വിവരിക്കും ന്യൂസ് ഡെസ്കിൽ നിന്ന് വിഷ്ണുദത്ത്. നൗഫൽ, വലിയൊരു ദുരന്തമാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. വിജയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി എത്തിച്ചേർന്ന ആളുകളിൽ അപകടം സംഭവിച്ച് 39 ആളുകളാണ് ജീവൻ വെടിഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് സംഘാടനത്തിലെ പിഴവുകളും കാര്യങ്ങളും എല്ലാം പറയുമ്പോഴും അടിസ്ഥാനപരമായി വിജയ് പാലിക്കാതിരുന്ന സമയക്രമം അത് വലിയൊരു ഘടകമായി മാറിയിരിക്കുകയാണ് ഈ ദുരന്തത്തിന്. വിജയ് എത്തിച്ചേർന്ന സമയവും വിജയുടെ പരിപാടികളും ആ ദുരന്തത്തിലേക്ക് നയിച്ചത് എങ്ങനെയെന്ന് ചെറിയ രീതിയിൽ നമുക്ക് നോക്കാം. വിജയുടെ ആദ്യ പരിപാടി നാമക്കലിലായിരുന്നു തീരുമാനിച്ചിരുന്നത്. രാവിലെ 8:45 ആ പരിപാടി. എന്നാൽ വിജയ് ചെന്നൈയിൽ നിന്ന് തൃച്ചിയിൽ വിമാനം ഇറങ്ങുന്നത് രാവിലെ 9:30 അവിടെ തന്നെ കൃത്യമായി പറഞ്ഞാൽ 45 മിനിറ്റ് വിജയ് വൈകിയിട്ടുണ്ട്. ഈ തൃച്ചിയിൽ നിന്ന് റോഡ് മാർഗം വേണം ആദ്യം നാമക്കലിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി. അപ്പോൾ തന്നെ 9:30 വിജയ് വിമാനം ഇറങ്ങുന്നത്. അവിടെ നിന്ന് റോഡ് മാർഗം നാമക്കലിൽ വിജയ് എത്തിച്ചേരുമ്പോൾ സമയം ഉച്ചയ്ക്ക് ശേഷം 2:45 ആയിട്ടുണ്ട്. അത്രയും സമയം വൈകി അത്രയും ആളുകളെ കണ്ട് ആ യാത്ര അത്രത്തോളം ദൈർഘ്യമേറിയ യാത്ര 2:45 നാമക്കൽ എത്തിച്ചേരുകയായിരുന്നു. അവിടെ നിന്ന് പിന്നീട് 3:45 അവിടെയുള്ള ആളുകളെ അഭിസംബോധന ചെയ്ത ശേഷം സംസാരിച്ച ശേഷം വിജയ് 3:45 കരൂരിലേക്ക് പുറപ്പെടുന്നത്. വിജയുടെ യാത്ര നാമക്കലിൽ നിന്ന് കരൂരിലേക്ക് പുറപ്പെടുന്നത് 3:45 കരൂരിലെ റാലി നിശ്ചയിച്ചിരുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു. അതായത് 3:45 മാത്രം അവിടുന്ന് നാമക്കൽ നിന്ന് കരൂരിലേക്ക് പുറപ്പെടുമ്പോൾ വിജയുടെ റാലിയുടെ ആദ്യം തീരുമാനിച്ച സമയം ഉച്ചയ്ക്ക് 1 മണിയായിരുന്നു. ഈ യാത്ര നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആളുകളെ അഭിസംബോധന ചെയ്ത് തിരക്കുകൾക്കിടയിലൂടെ ആ യാത്ര സഞ്ചരിച്ച് കരൂരിലേക്ക് എത്തുന്നത് 6 മണിക്കൂർ വൈകിട്ട് 7 മണിക്കാണ്. 1 മണിക്ക് എത്തേണ്ട ജാഥ റാലി എത്തുന്നത് 7 മണിക്കാണ്. അത്രയും നേരം വിജയെ കാത്ത് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കാത്തിരുന്ന ആളുകൾ അത്രത്തോളം ക്ഷീണിതരാവുകയാണ് ഈ 6 മണിക്കൂർ കൊണ്ട്. ആ റാലി എത്തി. പരിപാടി കരൂർ ഈറോഡിലെ ഹൈവേയിലുള്ള വേലുസ്വാമിപുരത്താണ് വിജയുടെ റാലി സംഘടിപ്പിച്ചിരുന്നത്. അവിടെ ആ പരിപാടിക്ക് മുൻകൂട്ടി വാങ്ങിയ അനുമതി പ്രകാരം 10,000 പേർക്കാണ് ആ പരിപാടിക്ക് അനുമതി ഉണ്ടായിരുന്നത്. അതായത് പങ്കെടുക്കാനുള്ള ആളുകളുടെ അനുമതി 10,000 ആയിരുന്നു. എന്നാൽ അവിടെ എത്തിച്ചേർന്നത് തടിച്ചുകൂടിയ ജനങ്ങൾ 50,000-ഓളം പേരാണ്. 10,000 പേർ എത്തേണ്ട സ്ഥലത്ത് 50,000-ഓളം പേർ എത്തിച്ചേരുകയാണ്. ആ സ്ഥലത്ത് സ്വാഭാവികമായിട്ട് വിജയ് കാണാനുള്ള ആകാംക്ഷയിലാണ് ആളുകൾ എത്തിച്ചേർന്നത്. ഇത്രയും ആളുകൾ, അതായത് 10,000 പേർക്ക് വേണ്ടി നിശ്ചയിച്ച പരിപാടിയിൽ 50,000-ഓളം ആളുകൾ എത്തിയപ്പോഴും അവിടെ സുരക്ഷയ്ക്കായി വിന്യസിച്ചത് 500 പോലീസുകാരെ മാത്രമായിരുന്നു. അതും വലിയൊരു ഘടകമാണ് അപകടത്തിലേക്ക് നയിച്ചത്. അതായത് ഇത്രയും ആളുകളെ നിയന്ത്രിക്കാനും തിരക്ക് ക്രമീകരിക്കാനും വെറും 500 പോലീസുകാർ മാത്രമാണ് സംഭവ സ്ഥലത്തുണ്ടായിരുന്നത്. വിജയ് എത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും വിജയെ കാണാനുള്ള ആകാംക്ഷയിൽ ആളുകൾ ഇടിച്ചു കയറുകയായിരുന്നു. ആരാധകരുടെ തിരക്കം, അത്രയും നേരം കാത്തിരുന്ന് ക്ഷമ കെട്ട അല്ലെങ്കിൽ അത്രയും നേരം മണിക്കൂറുകളോളം രാവിലെ മുതൽ വെയിൽ കൊണ്ട് കാത്തിരുന്ന ജനങ്ങൾ വിജയ് എത്തിയ സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ഇരച്ചു കയറൽ അവിടെ ഉണ്ടാവുകയാണ്. അതിനുശേഷം ക്ഷീണിതരായ ആളുകൾക്ക് വിജയ് അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുകളിൽ നിന്ന് വെള്ളക്കുപ്പി എറിഞ്ഞു നൽകുകയാണ്. ക്ഷീണിതരായി കുഴഞ്ഞു വീഴാൻ ആരംഭിച്ച അല്ലെങ്കിൽ ക്ഷീണിച്ച ആളുകൾക്ക് വെള്ളക്കുപ്പി വിജയ് വാനിന് മുകളിൽ നിന്ന് എറിഞ്ഞു നൽകുകയാണ്. ആ വെള്ളം വാങ്ങാൻ വേണ്ടി ആളുകൾ വീണ്ടും തിക്കിത്തിരക്കുന്നു. അവിടെ വീണ്ടും അപകടത്തിന്റെ തീവ്രത വർദ്ധിക്കുകയാണ്. കാരണം അത്തരം ഒരു സാഹചര്യത്തിൽ ഇത്രയും ആളുകൾക്കിടയിലേക്ക് ക്ഷീണിച്ചു നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്കിടയിലേക്ക് കുറച്ച് വെള്ളം മാത്രം നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കിട്ടാൻ വേണ്ടി ആളുകൾ ഒരു തിക്കിത്തിരക്കുണ്ടാക്കും. അതിന്റെ ഭാഗമായി അപകടത്തിന്റെ തീവ്രത കൂടുകയാണ് ചെയ്യുന്നത്. 7:30 മണിക്ക് വിജയ് എത്തി. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അവിടെ അപകടം ആരംഭിച്ചിട്ടുണ്ട്. ആളുകൾ കുഴഞ്ഞു വീഴുന്നു. അതിന് മുകളിലൂടെ മറ്റാളുകൾ കയറുന്നു, ചവിട്ടുന്നു. അത്തരത്തിലുള്ള പല രീതിയിൽ ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ കാണാൻ വേണ്ടി മരത്തിന് മുകളിൽ കയറുന്നു, മരക്കൊമ്പ് ഒടിഞ്ഞു വീഴുന്നു. അത്തരത്തിൽ അപകടത്തിന്റെ തീവ്രത വീണ്ടും വർദ്ധിക്കുകയാണ്. അപകടത്തിന് പിന്നാലെ തന്നെ മറ്റ് യാതൊരു നീക്കങ്ങളും നടത്താതെ വിജയ് ചെന്നൈയിലേക്ക് മടങ്ങുകയാണ്. ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ആംബുലൻസുകളടക്കം ആളുകളുടെ തിരക്കിൽപ്പെട്ട് കുടുങ്ങി നിൽക്കുന്ന സമയത്ത് പോലും വിജയ് ചെന്നൈയിലേക്ക് പോവുകയാണ് ചെയ്തത്. ആളുകൾ ആശുപത്രിയിൽ എത്തുമ്പോൾ അതുപോലെ തന്നെ വിമാനത്താവളത്തിൽ നിന്ന് മറ്റുമൊക്കെ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ പ്രതികരണം ആവശ്യപ്പെട്ടപ്പോൾ മാധ്യമങ്ങളോട് മൗനം പാലിക്കുകയാണ് വിജയ് ചെയ്തത്. ഇത്രയുമായി അതിനുശേഷം കൃത്യം രാത്രി 11:15 എക്സിൽ, അത് ഹൃദയഭേദകമായ ഒരു അനുഭവമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് എന്ന രീതിയിൽ എക്സിൽ പോസ്റ്റ് ചെയ്യുക മാത്രമാണ് വിജയ് ചെയ്തത്. എന്നാൽ ആശുപത്രിയിലേക്ക് എത്താനോ ആശുപത്രിയിലെത്തി ആളുകളുടെ ദുഃഖത്തിൽ പങ്കുചേരാനോ അതിന്റെ മറ്റ് പ്രതികരണങ്ങൾ നൽകാനോ ഒന്നും വിജയ് തയ്യാറായിട്ടില്ല. ഏതായാലും അടുത്ത തിരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം പ്രതീക്ഷിക്കുന്ന, പുതിയ സർക്കാർ രൂപീകരിക്കുമെന്ന വിശ്വാസത്തോടെ നിൽക്കുന്ന വിജയ് ഇത്തരത്തിൽ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ വലിയൊരു അബദ്ധം അല്ലെങ്കിൽ വലിയൊരു തെറ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിരിക്കുകയാണ്. അതിനെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ രംഗം എത്തരത്തിൽ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം.